സൗരങ്ങളെ കഴിഞ്ഞ ദിവസം സാറ്റർഡേയിലെ മെസ്സേജിനകത്ത് ഗൗരവമായൊരു ചിന്ത അവതരിപ്പിക്കാനിടയായി. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിനെ മുൻനിർത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ രണ്ടാഴ്ചയായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. അബ്രഹാം ദൈവത്താൽ വിളിക്കപ്പെട്ടവനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുമാണ്. തൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ താൻ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ഭൗതികമായി മാത്രമല്ല, ദൈവവുമായി ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവം തന്നോട് സംസാരിച്ചിട്ടുണ്ട്. അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ അബ്രഹാമിൻ്റെ കൊച്ചുമകളായ മറിയയെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അടുത്ത് നിന്ന് കണ്ടു. മറിയയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം സ്വർഗദൂതൻ ദൈവത്തിൻ്റെ ആലോചന തന്നെ അറിയിച്ചു. ദൈവത്തിൻ്റെ ഗംഭീരമായ പദ്ധതിയുടെ ഭാഗമായി ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് മറിയയിലേക്ക് വരികയാണ്. ആ ദൈവശബ്ദം തന്നെ അടിമുടി മാറ്റിമറിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു പോയിരുന്നു. ഞാനതിവിടെ നിങ്ങളോട് പങ്കുവച്ചതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തുകൂടിയപ്പോൾ ഇതുപോലെ തന്നെ അബ്രഹാമിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ധ്യാനം മുൻപോട്ട് കൊണ്ടുപോയത്. അബ്രഹാം വെളിപ്പാട് പ്രാപിച്ച മനുഷ്യൻ. എന്നാൽ ഒരു പുതിയ നിയമ ക്രൈസ്തവൻ പ്രാപിച്ച വെളിപ്പാടുകളൊന്നും അബ്രഹാമിന് ലഭിച്ചില്ല. അബ്രഹാമിന് ലഭിച്ച വെളിപ്പാടുകളെ നമ്മൾ ഇങ്ങനെ പറയും, നേരിയൊരു വെളിപ്പാട് ലഭിച്ചെന്ന്. അതായത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. 11-ാം അധ്യായത്തിലേക്ക്. 11-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യം ഒന്ന് വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനുള്ള ഇരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഓക്കെ, അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾ വായിച്ചത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം 10ഉം വാക്യങ്ങളാണ്. അതായത് 9ഉം 10ഉം ചേർന്നിരിക്കുകയാണ്. 8-ാം വാക്യം വായിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വായനയുടെ സ്പീഡ് നിമിത്തം നമുക്ക് തോന്നും ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചതാണെന്ന്. 8-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഊരിൽ കിടക്കുന്ന അബ്രഹാം വിശ്വാസത്താൽ തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറേ. വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കണം കേട്ടോ. തനിക്കൊരു വാഗ്ദത്തം ലഭിക്കുകയാണ്. ആ വാഗ്ദത്ത ദേശത്തേക്ക് താൻ എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്രയാകുക എന്നാണ് വായിക്കുന്നത്. അതായത് ഈ ഭൂമിയിൽ തന്നെയുള്ള ഒരു ഭൂപ്പരപ്പാണ് സ്വർഗത്തിലെ ദൈവം തനിക്ക് വാഗ്ദത്ത ഭൂമിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് വിശ്വാസത്താൽ താൻ യാത്ര തിരിക്കുകയാണ്. വിശ്വാസത്താൽ അങ്ങനെ ആ യാത്ര വാഗ്ദത്ത ദേശത്ത് ചെന്നെത്തി. അതാണ് 8-ാം വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ദീർഘവർഷങ്ങൾ മുൻപോട്ട് പോയി. അബ്രഹാമിനൊരു മകനുണ്ടായി, അവൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. പിന്നീടൊരു വാഗ്ദത്ത സന്തതി ഉണ്ടായി, അവൻ്റെ പേര് ഇസഹാക്ക് എന്നാണ്. ആ ഇസഹാക്കിന് മക്കളുണ്ടായി, അവരുടെ പേര് യേശാവെന്നും യാക്കോബെന്നൊക്കെയാണ്. അപ്പോൾ എത്ര നൂറ്റാണ്ടുകൾ മുൻപോട്ട് പോയെന്നുള്ളത് ചിന്തിക്കണം. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയതിന് ശേഷം നമ്മൾ 9-ാം വാക്യത്തിലേക്ക് വരികയാണ്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്. നോക്കണം, അവർ ആ കാലങ്ങളിൽ കൂടാരങ്ങളിൽ തന്നെയാണ് പാർക്കുന്നത്. അവരെ കൂടാരവാസികൾ എന്നുള്ള നിലയിലാണ്, നൊമാഡിയൻസ് ആ നിലയിലാണ് ചിത്രീകരിക്കുന്നത്. അതായത് നമ്മളിന്ന് പണിയുന്ന പോലത്തെ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ അമ്പരചുംബികളായ ബിൽഡിംഗ് ഒന്നും പണിതല്ല ആ കാലത്ത് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ. നോക്കണം, 8-ാം വാക്യത്തിൽ താൻ സ്വർഗീയ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം തനിക്കൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ആ വാഗ്ദത്തം ഈ ഭൂമിയിലാണ്. ആ വാഗ്ദത്തം താൻ അവകാശമാക്കുകയാണ്. ആ വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ട് പിറ്റേ ദിവസം താൻ അവിടെ അന്യനും പരദേശിയായി പാർത്തെന്നൊന്നും ആരും വായിച്ചേക്കരുത്, പഠിച്ചേക്കരുത്. കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അബ്രഹാം ദൈവത്തോടു കൂടെ ഒരുമിച്ച് സഞ്ചരിച്ച് മുൻപോട്ട് പോയി കാലാന്തരത്തിൽ അബ്രഹാമിന് സ്വർഗത്തിലെ ദൈവം വെളിപ്പാടുകൾ കൊടുക്കുകയാണ്. ആ വെളിപ്പാടുകളുടെ ഭാഗമെന്നോണം അബ്രഹാമിലുണ്ടായ
വൻ മാറ്റമാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഒരു വെളിപ്പാട് അബ്രഹാമിനെ മാറ്റിമറിച്ചു കളഞ്ഞു. താൻ ചെന്ന പാലും തേനും ഒഴുകുന്ന ഫലഭൂയിഷ്ഠമായ ആ കനാൻ ദേശത്തിൽ തൃപ്തനായി ഐശ്വര്യമായി ജീവിക്കേണ്ട അബ്രഹാം വെളിപ്പാടുകളാൽ വിസ്മയിച്ചു പോയി. ആ വെളിപ്പാടുകൾ തന്നെ സമൂലമായി മാറ്റിമറിച്ചു, അല്ലെങ്കിൽ ഉടച്ചു കളഞ്ഞെന്ന് വേണേൽ പറയാം. തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി, വീക്ഷണഗതികൾ മാറി, ചിന്താഗതികൾ മാറി. സമൂലമായ മാറ്റം ഒരു വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ, ആ വെളിപ്പാട് ഈ ഭൂമിയിലെ ഒരു ഭൂപ്പരപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പാടല്ല. സ്വർഗത്തിലെ ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു മനോഹര നഗരത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് അബ്രഹാമിന് ലഭിച്ചത്. ആ മനോഹര വെളിപ്പാട് മനസാക്ഷി യുഗക്കാരനായ അബ്രഹാമിനെ മാറ്റിമറിച്ചെങ്കിൽ, വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വാക്കുകൾ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ടോണം. ആ കാലഘട്ടത്തിൽ അബ്രഹാമിൻ്റെ കയ്യിൽ ഒരു വിശുദ്ധ ബൈബിളില്ല, സാക്ഷികളുടെ സമൂഹം ചുറ്റുമില്ല, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കിക്കൊണ്ടു പോകാൻ അങ്ങനെ ഒരു കാര്യമില്ല, പലതും തൻ്റെ മുമ്പിലില്ല. എന്നിട്ടും ലഭിക്കപ്പെട്ട നേരിയ വെളിപ്പാട്, നമ്മൾ സാധാരണഗതി പറയാറില്ലേ, അബ്രഹാമിന് ലഭിച്ച വെളിപ്പാടെന്ന് പറയുന്നത്, അബ്രഹാം ജീവിച്ചത് വാതിൽ മലർക്കെ തുറന്നൊരു കാലത്തിലല്ല. അതായത് വാതിലൊന്ന് അനക്കിയപ്പോൾ ആ വിജാഗിരിയുടെ വിടവിലൂടെ വന്ന വെളിച്ചം, അത്രയേ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെക്കുറിച്ച് അതിൻ്റെ സകല രൂപരേഖയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അബ്രഹാമിന് കൊടുത്തൊന്നുമില്ല. സംഭവം ഇങ്ങനെ നടക്കാൻ പോകുന്നു എന്ന ഒരു കാര്യമാണ് അബ്രഹാമിന് ബോധ്യം ലഭിച്ചത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുകയാണ്. മേലാൽ നമ്മൾ കേൾക്കുന്ന സഹോദരങ്ങൾക്കും ഇത് പ്രയോജനപ്പെടണം. അവരുടെ ചിന്താമണ്ഡലങ്ങളെയൊക്കെ സ്വർഗത്തിലെ ദൈവം മാറ്റിമറിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറയപ്പെട്ട കാലഘട്ടത്തിലെ അബ്രഹാമിന് ഇങ്ങനെയൊരു പരിവർത്തനം, ഇങ്ങനെയൊരു മാറ്റം വരാമെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ, വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്ന കാലഘട്ടത്തിൽ, വെളിപ്പാടുകളുടെ കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ള കാലഘട്ടത്തിൽ, വിശുദ്ധ തിരുവെഴുത്ത് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുകയാണ്. അതേ തിരുവെഴുത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസളമായ ഭിത്തിയിൽ എഴുതിയിരിക്കുകയാണ്. സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. വിശ്വാസത്തിൻ്റെ നായകൻ മുൻപിലുണ്ട്. ഇന്ന് ക്രൂശെ നോക്കി നമുക്ക് യാത്ര ചെയ്യാവുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വെളിപ്പാടുകളും ബോധ്യങ്ങളും നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചിന്തയാണ് ഞാൻ ഈ പ്രാരംഭത്തിൽ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നത്. എന്ത് ചിന്ത, എന്ത് മാറ്റം? ഇറങ്ങി തിരിച്ച കാലത്തെ പോലെ ആ പണ്ടത്തെ അല്ലേലിയും പണ്ടത്തെ സ്തോത്രവും പണ്ടത്തെ ആ പാട്ടും ഉണങ്ങി വരണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ, ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് ഈ പെന്തക്കോസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകർ തന്നെയാണ്. കാരണം അവർക്ക് വെളിപ്പാട് ലഭിക്കുന്നില്ലെന്നേ. അബ്രഹാമിന് ലഭിച്ച വെളിപ്പാട് ഈ ഭൂമിയിലല്ല, കനാനിൽ രസിക്കേണ്ട അബ്രഹാം കനാനിൽ ഇപ്പോൾ രസിക്കുന്നില്ലെന്നേ. അബ്രഹാമിനൊപ്പം സഞ്ചരിക്കുന്ന ഒരുവനായിരുന്നു ലോത്ത്. ലോത്ത് ഇവിടെയുള്ള സകല പച്ചപ്പിലും രസിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, പട്ടണവാതുക്കൽ വലിയ ബംഗ്ലാവൊക്കെ വെച്ച് കുടിവെച്ച കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടണത്തിൻ്റെ മേനവനായിട്ട്, പട്ടണത്തിൻ്റെ അധികാരിയായിട്ടൊക്കെ ലോത്ത് അങ്ങനെ പരിലസിക്കുന്ന സമയവും അബ്രഹാം, ഇന്നലെ ഞങ്ങളൊരു പാട്ട് പാടി, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം എന്നുള്ള പാട്ടൊക്കെയാണ് അബ്രഹാം പാടിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ലോത്ത് പാടുന്ന പാട്ട് അങ്ങനെയല്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം എന്നുള്ള പാട്ടാണ് ലോത്ത് അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാം പാടുന്നത് നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു എന്നുള്ള പാട്ടാണ് അബ്രഹാമിൻ്റെ വായിലൂടെ വരുന്നത്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ ഇന്ന് പാടിക്കഴിഞ്ഞാൽ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണ്ണത്തിരുവീതിയിൽ അതികുതുകാരിൽ പൂഞ്ഞ ചേർന്നിടുമോ. പരിലസിക്കും സ്വർണ്ണത്തിരുവീതിയിൽ
അതികുതുകാലിന്നു ഞാൻ ചേർന്നിടുമോ മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി മാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കണ്ണുകൾ ആരം കുതിച്ചിടുന്നേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കണ്ണുകൾ ആരം കുതിച്ചിടുന്നേ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. ഒരു കാലത്ത് മലയാളി പെന്തിക്കോസ്ത് അവരുടെ കൂട്ടായ്മകളിലൊക്കെ പാടി സന്തോഷിച്ചിരുന്ന പാട്ടുകളാണ് മേൽപ്പറയപ്പെട്ട പാട്ടുകളൊക്കെ. പക്ഷേ ഇന്ന് അവരതെല്ലാം എറിഞ്ഞു കളഞ്ഞു. അന്നത്തെ പാട്ടെഴുത്തുകാരുടെ പാട്ടുകളെല്ലാം പോയി അവസാനിക്കുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിലായിരുന്നു. ഇവിടെയുള്ള എന്തെങ്കിലും കാര്യത്തിലല്ലായിരുന്നു അവരുടെ ശ്രദ്ധ. അവരുടെ ശ്രദ്ധ മുഴുവനും മേലുള്ള യെരൂശലേമിലായിരുന്നു. അവരുടെ പാട്ടുകളെല്ലാം അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പാട്ടെഴുത്തുകാരൊന്നും ഇന്നില്ല. ഇന്നുള്ള ജനത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. നമ്മുടെ പ്രസംഗങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞാൽ കേൾക്കാനും ആളില്ലാത്തൊരു കാലം വന്നു. പക്ഷേ ആര് കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊള്ളാം, നമ്മളിത് പാടും. ജീവനുള്ള കാലം നമ്മളിത് പാടും, പാടി സന്തോഷിക്കും. കാരണം പരിശുദ്ധാത്മാവിൽ ഭക്തന്മാർ എഴുതിയ പാട്ടുകളാണ്. ഇന്നും അതിനകത്ത് അഭിഷേകമുണ്ട്. അത് നമ്മുടെ പ്രത്യാശയെ ജ്വലിപ്പിക്കുന്നതും വർദ്ധിപ്പിക്കുന്നതുമാണ്. നമ്മളെ വിശ്വാസത്തിൽ എരിവുള്ളവരാക്കി നിർത്തുന്ന പാട്ടുകൾ തന്നെയാണതെല്ലാം. അതിന് താഴേക്കൊക്കെ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ പാട്ട് പാടിയതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഒരു കാലഘട്ടത്തിൽ അബ്രഹാം പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു അല്പകാലം മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ള വാസമെന്നും ശുദ്രസ്തുതിക്കും വീടെ വാനവരിൽ സ്തുതിനാഥെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറേ കാലം പിന്നെ അങ്ങനെ അധികം ആരും പാടാതിരുന്നു. പിന്നെ മലയാളി പെന്തിക്കോസാണ് അത് പാടിത്തുടങ്ങിയത്. ഇന്ന് മലയാളി പെന്തിക്കോസിനും അതൊന്നും വേണ്ടാതെയായി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. എനിവേ, വെളിപ്പാടുകൾ ലഭിച്ച അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ വായിച്ച 8-ാം വാക്യവും 9-ാം വാക്യവും ഏതാ? എബ്രായ ലേഖനം 11:8-9 വാക്യം. നമ്മൾ വായിച്ച 8-ാം വാക്യത്തിൽ ഊരിൽ നിന്ന് പുറപ്പെട്ട് കനാനിലെത്തുന്ന അബ്രഹാമിനെ കാണുകയാണ്. ചില കാലം കനാനിൽ പാർത്ത് മുൻപോട്ട് പോയതിന് ശേഷം ദൈവത്തോടു കൂടെ സഞ്ചരിച്ച് അബ്രഹാം ആ വെളിപ്പാടിൻ്റെ അനുഭവത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തിയ അബ്രഹാമിൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഒരു വെളിപ്പാടൊരു മനുഷ്യനെ ഇത്രത്തോളം മാറ്റിമറിച്ചെങ്കിൽ, നമ്മൾ പറഞ്ഞു വന്ന പോലെ എല്ലാ അനുകൂല പരിതസ്ഥിതികളുമുള്ള ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആ വെളിപ്പാടുകൾ നൽകി തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ നാം എത്രയധികം മാറ്റിമറിക്കപ്പെടേണ്ടവരാണ്. നമ്മുടെ ചിന്തകൾ, ചിന്താഗതികൾ, കാര്യപരിപാടികൾ, ഇടപാടുകൾ അല്ലേ, അതിലൊക്കെ എന്ത് മാറ്റം വരേണ്ടതാണ്. ശേഷം മനുഷ്യരെ പോലെയല്ലേ നമ്മുടെ പല പ്രിയപ്പെട്ടവരും ചിന്തിക്കുന്നതും ഇടപെടുന്നതും സകല പരിപാടികളും. ശേഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമൊക്കെയുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ പുകൾപെറ്റ
വിശ്വാസി ഗണങ്ങളെന്ന് പറയുന്ന ആളുകളും കാട്ടിക്കൂട്ടുന്നതൊക്കെ. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന് ലഭിക്കപ്പെട്ട വെളിപ്പാടെന്ന് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ചെറിയ ഒരു ബോധ്യമാണ് ലഭിച്ചത്. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ പത്രോസ് എന്ന് പറയുന്ന മീൻപിടുത്തക്കാരനെ ക്രിസ്തു മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാനായിട്ട് പിടിച്ചോണ്ട് പോയി. ആ പത്രോസിനെ കൊണ്ടാണ് അബ്രഹാമിന് കൊടുത്ത ആ വെളിപ്പാടിൻ്റെ ഉദ്ഘാടനം നടത്തിച്ചത്. അബ്രഹാമിന് കൊടുത്ത വെളിപ്പാട് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തെക്കുറിച്ചാണ്. ആ നഗരത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത്, അതിൻ്റെ പണിയുടെ ഉദ്ഘാടനം അങ്ങനെ പറയാം, ആ നഗരത്തിൻ്റെ പണിയുടെ ഉദ്ഘാടനം നടത്തിയത് തൻ്റെ കൊച്ചുമോനായ പത്രോസാണ്. എർത്ത് വർക്ക് ആരംഭിച്ചത്, അല്ലെങ്കിൽ എർത്ത് ബ്രേക്കിംഗോ എങ്ങനെ വേണമെങ്കിലും പറയാം, അത് പത്രോസിൻ്റെ പ്രസംഗത്താലാണ്. പത്രോസിൻ്റെ കയ്യിലാണ് അതിനുള്ള തൂമ്പയും പിക്കാസും കൂന്താലിയും ഒക്കെ കൊടുത്തത്, എർത്ത് വർക്ക് ആരംഭിക്കാനുള്ളത്. മാളികമുറിയിൽ ആ നഗരത്തിൻ്റെ പണി ആരംഭിക്കുകയാണ്. ആ നഗരത്തിൻ്റെ പണിക്ക് വേണ്ടിയ കല്ലുകളെ അങ്ങോട്ട് ആകർഷിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം. അതാണ് പത്രോസ് തന്നെ പറയുന്നത്. അതായത് 1 പത്രോസ് 3:18 കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്ന്. അതായത് അബ്രഹാമിന് കൊടുത്ത വെളിപ്പാട് ഫുൾഫിൽ ചെയ്യണമല്ലോ. ആ വെളിപ്പാടിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. കൊച്ചുമകൻ ഇവിടെ അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി ആ നഗരത്തിൻ്റെ പണിക്ക് വേണ്ടുന്ന കല്ലുകളെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആകർഷിക്കുകയാണ്. അങ്ങനെ ഓൾറെഡി അവിടെ 120 കല്ലുകളുണ്ട്. കൂട്ടത്തിലേക്കൊരു 3000 കല്ലുകളും കൂടെ ഓടിക്കൂടുകയാണ് അല്ലേ. ആ കല്ലുകളെ ഇനി പണിതൊരുക്കണം. അതായത് വെളിപ്പാടുകൾ അത് പ്രോഗ്രസീവായിട്ട് പോകുന്നത് നിങ്ങളൊന്ന് കണ്ടേ, ആത്മക്കണ്ണുകൊണ്ട്. ചുമ്മാ ഇരുന്ന് കേൾക്കരുത് കേട്ടോ, ആത്മാവിൽ കേട്ടുകൊണ്ടിരിക്കണം. ആ ഗ്രാഫ് ഒന്ന് കണ്ടേ, അബ്രഹാമിന് കൊടുക്കുന്ന വെളിപ്പാട്, ആ വെളിപ്പാട് പൂർത്തീകരിക്കണം. അതിനാണ് പത്രോസ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ആ നഗരത്തിൻ്റെ പണി, ഞാൻ എൻ്റെ നഗരം പണിയും, അത് അതിമനോഹരമായ നിലയിൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ അതിജീവിക്കില്ലെന്നല്ലേ പറഞ്ഞത്. പാതാള ഗോപുരങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത, വിജയിക്കാൻ കഴിയാത്തൊരു പണിയാണ് അവിടെ ആരംഭം കുറിച്ചത്. അന്ന് ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം കയ്യിൽ അളവുനൂലും തൂക്കുകട്ടയുണ്ടായിരുന്നു. അന്ന് ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ എല്ലാം കയ്യിൽ അളവുനൂലും തൂക്കുകട്ടയുണ്ടായിരുന്നു. അബ്രഹാമിന് കൊടുത്ത വെളിപ്പാട് പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയാൻ ആരംഭിക്കുകയാണ്. പർവ്വതത്തിലെ മാതൃക എന്ന് പറഞ്ഞാൽ ഉയരത്തിലെ ആലോചന എന്ന് ചുരുക്കെഴുത്ത്. ഉയരത്തിലെ ആലോചനയാണ്. ആ ആലോചന പ്രാപിച്ച അപ്പസ്തോലന്മാർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവർ പണിയാൻ ആരംഭിച്ചു. പണി അവിടെ ഉദ്ഘാടനം ചെയ്തു. ആ പണി പൂർത്തീകരിക്കപ്പെടുന്നത് അതിലൊരുവനായ അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ്. പത്മോസിൽ കിടന്നാണ് കാണുന്നത്. അമ്പോ, വെളിപ്പാടുകളുടെ കലവറയാണ് അവിടെ തുറക്കുന്നത്. എല്ലാവരും കണ്ടില്ല ഇതൊന്നും, എല്ലാവരും ഒന്നും കണ്ടില്ല. അത് കാണാനുള്ള ഭാഗ്യാവസ്ഥ യോഹന്നാനാണ് ഉണ്ടായത്. അബ്രഹാമിന് അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയുണ്ടായോ? മലയാളി പെന്തിക്കോസിനോട് ഞാൻ ചോദിക്കുകയാണ്. യോഹന്നാൻ എന്ന് പറയുന്ന കൊച്ചുമോൻ കണ്ട ആ കാഴ്ച അബ്രഹാമിന് കാണാൻ പറ്റിയോ? അപ്പോൾ അബ്രഹാമാണോ അനുഗ്രഹിക്കപ്പെട്ടത്, യോഹന്നാനാണോ അനുഗ്രഹിക്കപ്പെട്ടത്? സഹോദരങ്ങളെ, അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ്, നമ്മുടെ പിതാവാണ്. പക്ഷെ അദ്ദേഹത്തിനൊരു നേരിയ വെളിപ്പാടാണ് ലഭിച്ചത്. കൊച്ചുമകനായ യോഹന്നാന് ലഭിച്ചത് അതിമഹത്തായ വെളിപ്പാടാണ്. ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്ര ഭയങ്കര വെളിപ്പാടുകളാണ് ലഭിച്ചത്. അത് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഭാഗമായി ദൈവത്തിൻ്റെ ആത്മാവ് ആലേഖനം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തുറന്നു വെച്ചുകൊണ്ടാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ആ ധ്യാനം ആത്മാവിൽ പുതിയ യെരൂശലേം തുറന്നു വരണം നമ്മുടെ മുമ്പിൽ. അതിൻ്റെ മനോഹാരിത, അങ്ങനെ ഒരു നഗരം നിർമ്മിക്കപ്പെടുന്നു എന്ന് കേട്ട അബ്രഹാമിനെ കുറിച്ച് എന്തെന്ന് എഴുതിയെന്ന് ഞാൻ പറഞ്ഞത്, താൻ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു കൂടാരങ്ങളിൽ മാറി മാറി പാർത്തുകൊണ്ട്. ആ നഗരം എന്ന് വെളിപ്പെടുമെന്ന് ആവലോടെ കാത്തിരുന്ന മനുഷ്യൻ. നോക്കണം, അതൊരു സമയം കഴിഞ്ഞ് വെളിപ്പെടേണ്ടതാ, ഇമ്മീഡിയറ്റ് സംഭവിക്കേണ്ട കാര്യമല്ല.
പക്ഷെ താനെന്ന് തൻ്റെ നിഷ്കളങ്കതയിൽ വിശ്വസിച്ചു. തൻ്റെ കാലത്തത് സംഭവിക്കുമെന്ന്. താനും തൻ്റെ മകനും തൻ്റെ കൊച്ചുമക്കളുമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു പോകുമെന്ന് അവർ വിശ്വസിച്ചു. ഭക്തന്മാർ എല്ലാ കാലത്തും അങ്ങനെയാ, നിഷ്കളങ്കതയോടെ വിശ്വസിക്കും. അവർ ചോദ്യം ചോദിക്കുന്നവരല്ല. അങ്ങനെയായിരിക്കോ, ഇങ്ങനെയായിരിക്കോ, പഴയ നിയമത്തിൽ ഇങ്ങനെയായിരിക്കോ, പുതിയ നിയമത്തിൽ അങ്ങനെയായിരിക്കോ എന്നൊന്നുമല്ല. അത് പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അങ്ങനെയല്ല ഇത്. ഇതിൻ്റെ പെന്തിക്കോസ്ത് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അവർ വചനത്തെ നിഷ്കളങ്കതയോടെ ഏറ്റെടുക്കുന്നില്ല. ആവലോടെ, അത്യാർത്തിയോടുകൂടി വെളിപ്പാടുകളിൽ ആനന്ദിക്കുന്നില്ല. നമ്മളാ പറഞ്ഞതിൻ്റെ ആ ഒരു ഗ്രാഫ് മനസ്സിൽ വയ്ക്കുക. ഇന്നത് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുകയാണ്. അബ്രഹാം കണ്ട വെളിപ്പാട് പത്രോസിൻ്റെ ഓപ്പണിംഗ് സെറിമണിയിലൂടെ അത് ആരംഭം കുറിച്ചു. നഗരത്തിൻ്റെ പണി, ആ നഗരത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടത് യോഹന്നാൻ ആത്മാവിൽ കണ്ടു, അത് രേഖപ്പെടുത്തി. ഇന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അത് ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഇത് ലോകത്തിലുള്ള നസ്രാണികളുടെ കയ്യിലല്ല ഈ പുസ്തകം ഉണ്ടെന്നേ. പക്ഷെ അത് പൊതിയ തേങ്ങയായിട്ടിരിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന ഈ വെളിപ്പാടൊക്കെ ലോകത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ശ്രീമാൻ മാർപ്പാപ്പ പോലും കേട്ടിട്ടുണ്ടാവില്ല. ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. കേട്ടാൽ പുള്ളി കുപ്പായൊക്കെ ഊരി എറിഞ്ഞ് കളഞ്ഞ് എന്നേ മാനസാന്തരപ്പെട്ടു വന്നേനെ. പാവം മനുഷ്യൻ. അവർക്ക് അങ്ങനെ ഒരു വെളിപ്പാട് ലഭിക്കുന്നില്ല. അവർ മതപരമായി കാര്യങ്ങളെ കാണുന്നു. നമ്മൾ ഈ വിശുദ്ധ തിരുവഴുത്തിനെ ഒരു മതപുസ്തകമായിട്ടല്ല കാണുന്നത്, ഒരു മതത്തിൻ്റെ ഗ്രന്ഥമായിട്ടല്ല കാണുന്നത്. ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇത് തുറന്നു തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വിചാരിക്കണം, അല്ലേ? ഇതിൻ്റെ ഉള്ളടക്കം നമുക്ക് തുറന്നു കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിലേ സാധ്യമാകൂ. അല്ലെങ്കിൽ ചുമ്മാ പാട്ട് പാടിയിട്ട് വീട്ടിൽ പോകാമെന്ന് മാത്രം. അപ്പോൾ അത്ര ആഴമുള്ള വിഷയങ്ങളാണ് ഈ പറയുന്നത്. ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിനുണ്ടായ പരിവർത്തനം പോലൊരു പരിവർത്തനം നമുക്കുണ്ടാവുമോ? എന്താ തുടക്കം മുതൽ പറഞ്ഞു കൊണ്ടുവന്നതെന്ന് മനസ്സിലായോ? ഒരു സൈഡിൽ ഞാൻ അബ്രഹാമിനെ നിർത്തി, മറു സൈഡിൽ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളായ പത്രോസിനെയും യോഹന്നാനെയും നിർത്തി. അബ്രഹാം കണ്ടതിലും അപ്പുറമായ വെളിപ്പാടാണ് പത്രോസ് യോഹന്നാനും കണ്ടത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ വെളിപ്പാട് അബ്രഹാമിനെ മാറ്റിമറിച്ചെങ്കിൽ അതിലപ്പുറമായ മാറ്റിമറിക്കലാണ് പത്രോസിനെയും യോഹന്നാനെയും മാറ്റിമറിച്ചത്. പത്രോസൊക്കെ കാരാഗ്രഹത്തിൽ കൂളായിട്ടാണ് കിടക്കുന്നത്. കാരാഗ്രഹത്തിൽ ചെരുപ്പൊക്കെ ഊരി വെച്ച് നല്ല സുഷുപ്തിയിലല്ലേ കിടക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സത്യത്തിൽ അവിടെ കിടന്ന് വെപ്രാളപ്പെടേണ്ടവനാണ് ഈ പത്രോസ്. കാരണം എന്നാ? കൂട്ടു സഹോദരനായ യാക്കോബിൻ്റെ കഴുത്തിലൂടെ വാള് കടന്നുപോയിട്ട് നാളുകളായിട്ടേ ഉള്ളൂ. അടുത്തത് തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന റോമൻ ഗവൺമെൻറ് അടുത്ത് തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ എപ്പോൾ വേണേലും കടന്നു പോകാം. പക്ഷേ അവിടെ താൻ ശാന്തമായി കിടന്നുറങ്ങുകയാണ്. കാരണം എന്നാ? വാക്തത്വങ്ങൾ തൻ്റെ മേലുണ്ട്, വെളിപ്പാടുകളിലാണ് സഞ്ചരിക്കുന്നത്. ഇനി അഥവാ വാള് കടന്നുപോയി എന്നോർത്ത് ഇവിടം കൊണ്ടല്ലോ തീരുന്നുണ്ടോ? ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല ഇത്. നിങ്ങൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുമെന്നുള്ള വാക്തത്വം കിടക്കുകയല്ലേ? ഇവിടം കൊണ്ട് തീരുന്ന കാര്യങ്ങളാണോ ഇതല്ലോ? അതെല്ലാം അവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. വെളിപ്പാടുകൾ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുക. അതുകൊണ്ടാണ് പത്രോസ് അവിടെ കൂളായിട്ട് കിടന്നത്. യോഹന്നാനെ നോക്കിയേ, പത്മോസ് ഒന്നൊരു സബ്ജക്റ്റ് അല്ലെന്നേ. പത്മോസ് ഒന്നൊരു സബ്ജക്റ്റ് അല്ല. വറചട്ടിയിലേക്കാണ് പിന്നീട് യോഹന്നാനെ ഇട്ടത്. വറചട്ടി എന്ന് വെച്ചാൽ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തേക്കാണ് ഇട്ടത്. എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരുകയായിരുന്നു. വലതും സംഭവിച്ചോ? ഒരു രോമം പോലും കരിഞ്ഞില്ല. അതേസമയം യാക്കോബിൻ്റെ കഴുത്തിലൂടെ വാള് കടന്നുപോയി. തൻ്റെ സഹോദരനായ യോഹന്നാൻ തീക്കകത്തേക്ക് പോകേണ്ടി വന്നു. ദൈവത്തിൻ്റെ പദ്ധതികളും സ്വർഗം നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. സ്വർഗം നിർണയിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അതിനു മീതെ ഒരു റോമൻ മുദ്രകൾക്കും അധികാരമില്ല. ആ കാര്യത്തിൽ ബോധ്യമുള്ളവർ അവർ രണ്ടുപേരും, പത്രോസും യോഹന്നാനൊക്കെ. നോക്കണം, അബ്രഹാം കണ്ട വെളിപ്പാട്, പത്രോസ് കണ്ട വെളിപ്പാട്,
യോഹന്നാൻ കണ്ട വെളിപ്പാട്. യോഹന്നാൻ ഈ വെളിപ്പാടിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ എവിടെയായിരുന്നു? പത്മോസിലായിരുന്നു. മറക്കണ്ട. ഇടവും വലവും അടഞ്ഞിരിക്കുക, മുന്നും പിന്നും അടഞ്ഞിരിക്കുക. തൻ്റെ ജീവിതാനുഭവമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിപ്പാടുകളുടെ കലവറയാണ് യോഹന്നാന് വേണ്ടി തുറക്കുന്നത്. മേലാൽ സംഭവിപ്പാനുള്ള കാര്യം, തൻ്റെ പിതാവായ അബ്രഹാമിന് സ്വർഗം കൊടുത്ത വാഗ്ദത്തം, വെളിപ്പാട്, മേലാൽ സംഭവിപ്പാനുള്ളത് തൻ്റെ കൺമുമ്പിൽ തുറന്നു കൊണ്ടുവരികയാണ്. മനോഹരമായ കാഴ്ചയാണത്. പക്ഷേ ആ മനോഹരമായ കാഴ്ചയിലേക്ക് യോഹന്നാന് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടക്കേണ്ടി വന്നു, അല്ലേ? ആ മനോഹരമായ വെളിപ്പാടിലേക്ക് യോഹന്നാന് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നടക്കേണ്ടി വന്നു. ഒട്ടും ഈസി അല്ലായിരുന്നു. ആദിമ ഭക്തന്മാരൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടം സഹിച്ചവരാണ്, പോരാട്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്, പീഡനങ്ങൾ അനുഭവിച്ചവരാണ്, കൂത്തുകാഴ്ചയായവരാണ്, പരസ്യക്കോലമായവരാണ്, നിന്ദകളും അപമാനങ്ങളും ഏറ്റവരാണ്. പക്ഷെ വെളിപ്പാടിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇന്നീ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നില്ല, വെളിപ്പാടുമില്ല. നമ്മുടെ ആളുകൾ അവരുടെ വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് കഷ്ടങ്ങളൊക്കെ ശാപമാണെന്നാണല്ലോ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ ശപിക്കപ്പെട്ടവനാ, പത്രോസ് ശപിക്കപ്പെട്ടവനാ, എല്ലാവരും ശപിക്കപ്പെട്ടവനാന്ന് നമുക്ക് എണ്ണേണ്ടി വരും. അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തലമുറകൾക്ക് വേണ്ടി വെളിപ്പാടുകൾ അവർ ശേഖരിക്കുകയായിരുന്നു. യോഹന്നാൻ കണ്ട കാഴ്ച എത്ര മഹത്തായ കാഴ്ചയാണ്. ഇപ്പം എബ്രായ ലേഖനം 11:8-9 ചേർത്ത് വെച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ഇത്തിരി ഗ്യാപ്പ് കൊടുക്കും, നമ്മൾ ഒരല്പസമയം കൊടുക്കും. കർത്താവിനോടുകൂടെ സഞ്ചരിച്ച അപ്പോസ്തലന്മാർ ആ സഞ്ചാരങ്ങളുടെ ശേഷം അവർ സ്വതന്ത്രമായി സഞ്ചരിച്ചു തുടങ്ങിയ ഒരു കാലമുണ്ടല്ലോ, മാളികപ്പുറയ്ക്ക് ശേഷം. ആ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച പീഡകൾ, വ്യഥകൾ, അപമാനങ്ങൾ, തിരസ്കാരങ്ങൾ എന്നു വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലാം ഒടുക്കം നമ്മൾ കാണുന്നത് എന്താ? വെളിപ്പാടുകളാണ്. യോഹന്നാൻ കണ്ട ആ വെളിപ്പാട്, അതല്ല ഇപ്പം നമ്മൾ പാടിയത്. എന്തെന്നാ പാടിയത്? മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടങ്ങ് ആനന്ദിപ്പാൻ. അതിൻ്റെ മഹത്വം കണ്ട് ആനന്ദിക്കുകയായിരുന്നു ഭക്തന്മാർ മലയാളക്കരയിൽ. പത്മോസിലെ കാര്യമല്ല, യെരുശലേമിലെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മലയാളക്കരയിൽ ഭക്തന്മാർ ഈ വെളിപ്പാടുകൾ ആത്മകണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവർ പാട്ടുകൾ എഴുതി, അവർ പാടി ആനന്ദിച്ചു. തവ മഹത്വം കണ്ടിട്ടങ്ങ് ആനന്ദിപ്പാൻ. അവരൊന്നും വിട്ടുപോകുന്നതിനെ ഓർത്തവരല്ലെന്നേ. ഓ, അശേഷം ചിന്തിച്ചവരല്ല. ഈ പെന്തിക്കോസ് ഇങ്ങനെയാണോ, ആ പാസ്റ്റർ അങ്ങനെയാണോ, മറ്റവരിങ്ങനെയാണോ, അവിടെ കേസും കൂട്ടവും വഴക്കുമില്ലേ, അവിടെ ഉന്തും തള്ളുമില്ലേ? ഇതൊന്നും അല്ലെന്നേ നമ്മുടെ ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ എന്താ? വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരം. വെളിപ്പാടിൽ സഞ്ചരിക്കുന്നവന് ചുറ്റും നടക്കുന്ന ആ കാര്യത്തിലൊന്നും അല്ല അവൻ്റെ ശ്രദ്ധ. അതിൽ നിരാശപ്പെടുകയല്ല, അതിലപ്പുറമായി അവൻ പുകഴുന്നത് എന്തില്ല? പുകൾപെറ്റ നഗരത്തിൻ്റെ വെളിപ്പാട്. ആ നഗരത്തിൻ്റെ ഒരു കല്ലായിട്ട് എന്നെ കണ്ടിരിക്കുകയാണ് സ്വർഗം. എന്നെ തിരഞ്ഞെടുത്തതല്ല, തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഒരു കല്ലായിട്ട് എന്നെ കണ്ടിരിക്കുകയാണ്. അതിനായൊരു വിളി എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ വിളിയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആ വിളിയോടെ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിലുള്ളൊരു സാധാരണക്കാരിയായ യൗവനക്കാരി, ഒരു ആവറേജ് ഫാമിലിപ്പെട്ട ഒരു പെൺകുട്ടി, അവളെ വലിയ പഠിപ്പും പത്രാസും ഒക്കെയുള്ള ഒരാൾ അവളെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിവാഹദിനം നിശ്ചയിച്ചു. വിവാഹദിനം നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പുലർകാലെ ആ മണവാട്ടി അന്ന് പുലർകാലെ ആ നിയുക്ത മണവാട്ടി അലക്കി കുളിച്ച് റെഡിയാകണ്ടേ സഹോദരങ്ങളെ? 9 മണിയായിട്ടും അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവൾ അതിൽ രസിക്കുന്നില്ല, അവൾ അതിൽ താല്പര്യപ്പെടുന്നില്ലെന്നല്ലേ അർത്ഥം. അവളുടെ ബോഡി ലാംഗ്വേജ് അതെന്താ വിളിച്ചു പറയുന്നത്?
ഓ ഇതിനകത്തൊക്കെ എന്തിരിക്കുന്നു എന്ന ഒരു മനോഭാവമാണെങ്കിൽ അത് അവിടെ വരുന്ന മണവാളനും ബാക്കിയുള്ളവർക്കും എന്തൊരു ദുഃഖമായിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവർ ഇവളെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നത്? ശ്രദ്ധിക്കുക, മഹത്തായൊരു വിളി ലഭിച്ചിരിക്കുകയാണ് നമുക്ക്. സ്വർഗം നമ്മെ കണ്ടിരിക്കുന്നത് എവിടെയാ? പുതിയ യെരൂശലേമിൻ്റെ ഒരു കല്ലായിട്ടാണ് കണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ആത്യന്തികമായി നമ്മൾ അവിടെ എത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ പലവിധമായ ശോധനകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്, പലവിധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ കടന്ന് തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ പോകേണ്ടി വരും. ഒടുക്കം ഈ കാട്ടുകല്ലുകളെ തേജസ്സിൻ്റെ രത്നങ്ങൾ എന്ന നിലയിലേക്ക് മാറ്റിമറിക്കുകയാണ്. ജീവിതാനുഭവങ്ങൾ, അഗ്നിശോധനയെങ്കിൽ അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുതെന്നാണ് ഈ നഗരത്തിൻ്റെ പണി ഉദ്ഘാടനം ചെയ്ത പത്രോസ് പറയുന്നത്. അയ്യോ, അതിശയിച്ചു പോകല്ലേ. ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ തീയുടെ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്നാൽ നീ അതിശയിച്ചു പോകല്ലേ, വിസ്മയിച്ചു പോകല്ലേ. മഹത്തായൊരു പണിയുടെ ഭാഗമായിട്ടിരിക്കുകയാണ് നീ ഇപ്പോൾ, അല്ലേ? മഹത്തായൊരു പണിയിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. വെട്ടുകുഴിയിൽ അതിൻ്റെ കുറവ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൻ്റെ പണിക്ക് വേണ്ടിയ കല്ലിൻ്റെ കുറവുകളെന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ചുറ്റിക വീഴും, ഹാമറിങ് ഉണ്ടാകും, ഇതിനകത്ത് ഉളിയും അരവും ഒക്കെ കടന്നു വരും, മഴുവിൻ്റെ പരിപാടികൾ ഇതിനകത്തുണ്ടാകും. അങ്ങനെ ഈ പറയപ്പെട്ട ഉപകരണങ്ങളെല്ലാം ഈ കല്ലിൽ വന്ന് വീഴും. ഈ കല്ലിൽ ചുറ്റികയുടെ മാരകമായ പ്രഹരങ്ങളുണ്ടാകും. അയ്യോ, എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ കൃപ നിനക്ക് മതിയെന്നല്ലേ പറയുന്നത്. അതല്ലേ ഈ പാക്കേജിൻ്റെ ഭാഗമാണത്. കാട്ടുകല്ലുകളെ മനോഹരമായ രത്നങ്ങളാക്കി മാറ്റണമെങ്കിൽ, മുത്തുകളായി മാറ്റണമെങ്കിൽ അതിനകത്ത് പണികൾ നടക്കേണ്ടതുണ്ട്. തീയുടെ അനുഭവങ്ങൾ, വെള്ളത്തിൻ്റെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഹൈ പ്രഷറിലൂടെയൊക്കെ ചിലപ്പോൾ കടത്തിവിടും. ഇതിനൊരു പരിണാമം സംഭവിക്കണ്ടേ? രൂപാന്തരം ഉണ്ടാകണം. ഈ കാണുന്ന കോലത്തിൽ അവിടെ കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല. ജസ്റ്റ് പുതിയ ഭൂമിയിലേക്കാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇങ്ങനെയുള്ള മീറ്റിംഗ് ഒന്നും കേൾക്കാൻ ദൈവത്തെ ഓർത്ത് വരല്ലേ. ജസ്റ്റ് പുതിയ ഭൂമി കൊണ്ട് അവസാനിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ വേസ്റ്റ് ചെയ്യരുതൊരിക്കലും. നമ്മളെ മേലാൽ കേൾക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ യൂട്യൂബൊക്കെ ഓഫ് ചെയ്ത് വേറെ ഇഷ്ടംപോലെ പ്രസംഗങ്ങളോട് അങ്ങോട്ട് സ്വിച്ച് ചെയ്ത് പോവുക. ഇതൊന്നും കേൾക്കാൻ സമയം വേസ്റ്റ് ചെയ്യരുത്. പുതിയ ഭൂമി കൊണ്ട് അവസാനിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരല്ലേ. ചുമ്മാ രണ്ട് പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങ് സാമട്ടിലങ്ങ് പോയാൽ മതി. അതേസമയം മഹത്വ സിംഹാസനത്തിലേക്ക്, അതേസമയം മഹത്വ നഗരത്തിൻ്റെ ഭാഗമാകുവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടതുണ്ട്. 5ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന പോലെയല്ല UPSCയുടെ പരീക്ഷ എഴുതുന്നത്. വലിയ വില കൊടുക്കേണ്ടതുണ്ട്. 5ാം ക്ലാസ്സിൽ അത്ര വില കൊടുക്കേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി കുത്തി പോയാൽ മതി. പക്ഷേ അതുപോലെയല്ല ഇത്. ഈ പറയുന്ന മഹത്വ നഗരത്തിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ പല വാക്കുകളും അതിനോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, പുതിയ ഭൂമിയിൽ മഹത്വ സിംഹാസനത്തിൽ മഹത്വാനായവൻ ഇരിക്കുന്നു, ജയാളിയായിട്ടിരിക്കുകയാണ്. ആ സിംഹാസനത്തിൽ തന്നോടുകൂടെ ഇരിക്കണമെങ്കിൽ നാമും ആ മഹത്വം പ്രാപിക്കണം. അതിന് തക്കവണ്ണം ഓടണം. അങ്ങനെ ആ മഹത്വം പ്രാപിക്കാനും അല്ലെങ്കിൽ ആ മഹത്വ നഗരത്തിൻ്റെ ഭാഗമാകുവാനും ഒക്കെ വിളി ലഭിക്കപ്പെട്ട ആളുകൾക്കാണ് അശേഷം പരിഭവമില്ലാതെ ക്രൂശ് എടുക്കാനായിട്ട് പ്രേരണ ലഭിക്കുന്നത്. അനുദിനം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അതൊരു ഹെഡേക്കൊന്നുമല്ല, ആണോ? അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞാൽ അത്തരക്കാരെ സംബന്ധിച്ച് അവർക്കതൊരു ഹെഡേക്കൊന്നുമല്ല. നുകത്തിൻ കീഴിലുള്ളൊരു വാസം എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ട ഒരു അനുഭവമല്ലേ, സ്വാതന്ത്ര്യമില്ലായ്മയല്ലേ എന്നൊക്കെ അവർ ചോദിക്കില്ല. അത് ശേഷം പെന്തിക്കോസ് ചോദിക്കുന്ന കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ കാലത്തിൽ ഞങ്ങൾ ജഡത്തിൽ അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നേ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊന്നും ഞങ്ങളെ കോരിത്തെരിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ശ്രദ്ധ അതിലൊന്നുമല്ല.
അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല ഞങ്ങൾ കടക്കുന്നത് എന്നാണ് അവരെ സംബന്ധിച്ച് അവരുടെ ചിന്ത. അവരുടെ ചിന്ത അങ്ങനെയാണ്. അവരുടെ ചിന്ത ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതല്ല. നോക്കണം, നമ്മൾ എന്താ കണ്ടത്? അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു, വാഗ്ദത്ത ദേശത്തേക്ക്. ആ വാഗ്ദത്ത ദേശം തൻ്റെ കാൽക്കീഴിലേക്ക് വന്നു. ഇനി എന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അത്രയും പോരെ? ആ വാഗ്ദത്ത ഭൂമിയിൽ അങ്ങ് ആനന്ദിച്ച് ജീവിച്ച് അവസാനിപ്പിച്ചാൽ പോരെ? ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയ അബ്രഹാമാണ് വെളിപ്പാട് കണ്ടത്. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മൾ ഒരു ചെറിയ കേൾവി മാത്രമാണ് കേട്ടത്. ഇയ്യോബ് എന്താ പറഞ്ഞത്? ഞാൻ നിന്നെക്കുറിച്ചൊരു ചെറിയ കേൾവി മാത്രമാണ് കേട്ടതെന്ന്. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. റൈറ്റ്. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആ വാക്യം വായിച്ചിട്ട് നിങ്ങൾ മെസോപ്പൊട്ടോമിയയിലെ ഊറിലേക്കൊന്ന് വന്നേ. ഊസ് ദേശക്കാരനായ യോബ് പറയാണ്, നിന്നെക്കുറിച്ച് ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്ന്. എന്നാൽ താൻ അറിയുകയാണ്, അവനെ അനുഭവിക്കുകയാണ്. വിസ്മയിച്ചു പോയി യോബ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഇയ്യോബ് കടന്നുപോയ വഴികൾ എൻ്റെ ദൈവമേ ആലോചിക്കാൻ പോലും പറ്റില്ല. എങ്ങനെ പ്രസംഗിക്കും അതൊക്കെ? ഒരു ചെറിയ മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ തന്നെ ആകപ്പാടുകൂടി പ്രതിസന്ധിയും പ്രശ്നങ്ങളും പറയുന്ന ഈ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ മുമ്പിൽ ഇയ്യോബിനെ കുറിച്ച് എങ്ങനെ പറയും എന്നുള്ളതാണ് വിഷയം. ഈ കാലഘട്ടത്തിലെ വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ വേണേ നമുക്ക് ചേർത്ത് നിർത്തി ഒന്ന് സാമ്യപ്പെടുത്താൻ വേണമെങ്കിൽ, അല്ലേ? ഇയ്യോബിൻ്റെ ഭാര്യ. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ഗൗരവമായ വിഷയങ്ങളൊക്കെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് മനുഷ്യരുടെ പുറമേയൊക്കെയുള്ള ഒത്തിരി മനുഷ്യരുണ്ടല്ലോ, അവരുടെ മനോഭാവം കാണുമ്പോൾ, വിശ്വാസികളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞേ, ഇയ്യോബിൻ്റെ ഭാര്യയുടെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്നലെ ഞാൻ 2 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്ന്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ഗോൽഗോഥായിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്, സകല മാനവലോകവും കാണുവാൻ പാകത്തിന്. റോമർ 3-ാം അധ്യായത്തിലുണ്ട്, റോമലേഖനം 3-ാം അധ്യായത്തിൽ അതുണ്ട്. അവന് പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. മറ്റൊരാളെക്കുറിച്ച് നമ്മൾ കാണുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. അത് സച്ചാൽ ശ്രീമാൻ ലോത്തിൻ്റെ ഭാര്യയാണ്. പുള്ളിക്കാരിനെയും പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരിനെ ഇച്ചിരി ഡെക്കറേഷനൊക്കെ കൊടുത്താണ് നിർത്തിയിരിക്കുന്നത്, ഉപ്പ് തൂണായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ. യേശുക്രിസ്തുവിനെ സകലരും കാണുക പരസ്യമായി അവിടെ നിർത്തിയിരിക്കുന്ന ഈ ലോകത്തിലെ സകല പാപികൾക്കും വേണ്ടിയിട്ടാണ്. പിതാവ് അങ്ങോട്ട് ആകർഷിക്കുകയാണ് പാപികളെ. അതേസമയം ലോത്തിൻ്റെ ഭാര്യ നമുക്കൊരു ദൃഷ്ടാന്തമാണ്, നമ്മുടെ പെന്തക്കോസുകാർക്കൊരു ദൃഷ്ടാന്തമാണ്. ആ പുള്ളിക്കാരി തിരിഞ്ഞു നോക്കി, എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര തിരിച്ച് അബ്രഹാമിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തിരിഞ്ഞൊന്നും നോക്കിയില്ല പുള്ളി പോയ വഴിക്കൊന്നും ഊരിലെ മനോഹാരിതയൊന്നും പറഞ്ഞ് പാട്ടൊന്നും പാടിയില്ല. അയ്യോ, ഊരിൽ ഞങ്ങൾക്ക് അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇറങ്ങണ്ടായിരുന്നു, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, സാറയ്ക്ക് എന്ത് തോന്നുമോ, അല്ലെങ്കിൽ കൂടെ വന്ന അപ്പൻ തേരകിന് എന്ത് തോന്നുമോ എന്നൊന്നും ചിന്തിച്ച് അവർ തലമുണ്ടാക്കിയില്ലെന്നേ. അതേസമയം സോതോമിൻ്റെ മനോഹാരിത ഓർക്കുമ്പോൾ, സോതോമിൻ്റെ മനോഹാരിത, സോതോം എങ്ങനെയാണെന്ന് എഴുതിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ലോകത്ത് ഇതുപോലെ മനോഹരമായൊരു സ്ഥലം വേറെ ഇല്ലായിരുന്നു. ഏതാണ്ട് നമ്മുടെ അമേരിക്കൻ സ്ട്രീറ്റുകളെ പോലെയൊക്കെ തോന്നുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. സോതോമും ഞാൻ കണ്ടിട്ടില്ല, അമേരിക്കൻ സ്ട്രീറ്റും ഞാൻ കണ്ടിട്ടില്ല. അമേരിക്കൻ സ്ട്രീറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളി പെന്തിക്കോസ് ഒത്തിരി ഉണ്ട്. അവരോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറഞ്ഞേനെ ഏതാണ്ട് തത്തുല്യമായിരിക്കും. സോതോമിലെത്തിയ ലോത്തും ഭാര്യയും വിചാരിച്ച് സ്വർഗത്തിലെത്തിയെന്നാണ്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ മദാമ്മി അടിച്ചു കൊടുക്കുന്ന വിസയാൽ അവിടെ എത്തിപ്പെട്ടിട്ട് അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ധാരാളം ഭക്തന്മാരുള്ള നാടാണ് അത്. നിങ്ങളുടെ ന്യൂസിലാൻഡ് പോലെയൊന്നും അല്ല, അനേക ഭക്തന്മാരുണ്ട് ആ നാട്ടിൽ. അവരെല്ലാം ഞാൻ കൊച്ചാക്കിക്കൊണ്ട് പറഞ്ഞതൊന്നുമല്ല. എന്നാൽ ഒരുപറ്റം ആളുകളുടെ തലയ്ക്കകത്തിരിക്കുന്ന ചിന്ത, മനോഹര ദേശത്ത് ഞങ്ങൾ വന്നിരിക്കുന്നു, അളവുനൂൽ ഞങ്ങൾക്ക് മനോഹര ദേശത്ത് വീണെന്നാണ് വിസയടിക്കുമ്പോൾ അവർ ആത്മാവിൽ ചിന്തിക്കുന്നത്. വിസയടിക്കുമ്പോഴേ അളവുനൂൽ ഞങ്ങൾക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പാട്ടും പാടി പോകുന്നത്. അവരെയൊക്കെ അങ്ങനെ ആക്കിക്കളഞ്ഞത് ഇവിടുത്തെ ഉപദേശിമാരാണ്. കാരണം ഇവർ
ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് എന്തെന്നാ ഇവർ പ്രാർത്ഥിച്ചു വിടുന്നത്? ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, മാനിച്ചിരിക്കുന്നു, മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ ജഡികന്മാരാക്കുകയാണ്, ഈ ലോകത്തിൻ്റെ സ്നേഹിതന്മാരാക്കുകയാണ് ഈ ശുശ്രൂഷകന്മാർ. അതേസമയം ഭക്തന്മാരായ ദൈവദാസന്മാരാണെങ്കിൽ എന്താ പറയുന്നത്? ഇവിടം കൊണ്ടൊന്നും തീരില്ലെന്നല്ലേ പഠിപ്പിക്കേണ്ടത്? ഇതൊന്നും ഒരു അനുഗ്രഹമേ അല്ല നമ്മെ സംബന്ധിച്ച്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, വിശ്വാസികളുടെ പിതാവാകട്ടോ, നമ്മുടെ പിതാവാണ് അബ്രഹാം. ആ മനുഷ്യനെയല്ലേ നമ്മളിപ്പോൾ അടുത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഊരിൽ വെച്ച് അബ്രഹാം നേരിയൊരു ശബ്ദമാണ് കേട്ടത്. അബ്രാമേ അബ്രാമേ എന്നുള്ള വിളി കേട്ട് ഇറങ്ങി തിരിച്ചു. അവിടെ വെച്ച് വെളിപ്പാടുകളുടെ കലവറയൊന്നും തുറന്നു കൊടുത്തില്ല അബ്രഹാമിന്. ഈ വന്യപിതാവ് അങ്ങനെ യാത്ര തിരിക്കുകയാണ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ദേശം കണ്ടു, എന്നാൽ ഈ ആഴമേറിയ വെളിപ്പാടൊന്നും ലഭിച്ചില്ല. ആ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഭക്തിക്കൊന്നും ഒരു കുറവില്ലെന്നേ. യാഹാം ദൈവത്തോടുള്ള ഭക്തിക്കൊന്നും ഒരു കുറവും വന്നില്ല. കണ്ടതും കേട്ടതുമായ കാര്യങ്ങളിലൊന്നും അങ്ങനെ അങ്ങ് മതിമറന്ന് രസിച്ചില്ല. അബ്രഹാം നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ കിടക്കുന്നത് അടുത്ത പാസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ HSBCയിലെയാ. ഭയങ്കരം, ഒന്നും കുറയുന്നില്ല, എല്ലാം കൂടുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സിറ്റി ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. നോട്ടിഫിക്കേഷൻ വരികയാണ് അബ്രഹാമിന്. സിറ്റി ബാങ്കിൽ കിടക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റേ, സിറ്റി ബാങ്കിൽ കിടക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ഇൻട്രസ്റ്റ് തന്നെ ഭയങ്കരമായിട്ടാണ് വരുന്നത്. ഇതൊന്നും അബ്രഹാമിനെ മതോന്മത്തനാക്കിയില്ലെന്ന്. ഇതൊന്നും അബ്രഹാമിനെ മതോന്മത്തനാക്കിയില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വെളിപ്പാടുകൾ തുറക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെളിപ്പാടല്ല കേട്ടോ. HSBC, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ഒന്നും വാക്തത്വങ്ങളല്ലേ എന്നൊക്കെയാ. ഇന്നലെ ഇങ്ങനെ ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചങ്ങാതിയുടെ പ്രസംഗം ചാടി വന്നു. വാക്തത്വം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ നിങ്ങൾ? ഭയങ്കരമായിട്ടാണ് പറഞ്ഞത്. ഓ, അത് എന്നാ മെഷീൻ വെച്ചിട്ട് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വാക്തത്വം എന്നൊക്കെ ഈ ഞരമ്പെല്ലാം പൊട്ടിപ്പോകുമെന്ന് സംശയിക്കണം. ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഞരമ്പൊക്കെ പൊട്ടുമാറാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഓ, ഈ വലിയ മല്ലന്മാരൊക്കെ ഇരിക്കില്ലേ, എന്നാ പറയാനാ. മലയാളി പെന്തിക്കോസിനെ ICU കയറ്റേണ്ടി വരും. നമ്മൾ അല്പം മുമ്പ് എന്താ വായിച്ചത്? നിന്നെക്കുറിച്ച് നേരിയൊരു അറിവ് മാത്രമേ എനിക്ക് ലഭിച്ചിരുന്നുള്ളൂ, ഞാൻ അല്പമായി നിന്നെക്കുറിച്ച് കേട്ടിരുന്നുള്ളൂ. പക്ഷെ യോബ് അനുഭവിക്കുകയാണ് അവനെ ഇപ്പോൾ. അതുപോലെ തന്നെയാണ് അബ്രഹാമിൻ്റെ കാര്യവും. അബ്രഹാം ഇറങ്ങി തിരിച്ചപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞല്ല ഇറങ്ങിയത്. അബ്രഹാമിന് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചൊന്നും ഒരു പിടിപാടുമില്ല. ആ ദൈവശബ്ദത്തിലൊരു ആകർഷണീയത ഉണ്ടായിരുന്നു, അതിലൊരു വശ്യതയുണ്ടായിരുന്നു, അതിലൊരു വാത്സല്യമുണ്ടായിരുന്നു, അതിലൊരു ആശ്ലേഷം ഉണ്ടായിരുന്നു, ഒരു കരുതലുണ്ടായിരുന്നു, ഒരു ചേർത്തുപിടിക്കലുണ്ടായിരുന്നു. അബ്രഹാം അങ്ങ് എടുത്തിയാടി. ഒരു എടുത്തിയാട്ട. ആ നാട്ടിൽ ഒത്തിരി ആളുകളുണ്ട്, പരിചയക്കാരും സ്നേഹിതരും കൂടെ പഠിച്ചവരൊക്കെ. അവരോടൊന്നും പുള്ളി ആലോചന ചോദിക്കാൻ പോയില്ല. ആ പുള്ളിയുടെ കൊച്ചുമോനാണ് ഈ പത്രോസ്. ഒറ്റ ചാട്ടമാണ് പുള്ളി എപ്പോഴും, അല്ലേ? എടുത്തിയാട്ടക്കാരൻ പത്രോസ്. പുള്ളിയെ കൊണ്ടാണ് ഈ വല്യപ്പൻ്റെ വെളിപ്പാട് ഉദ്ഘാടനം ചെയ്യിച്ചത്. എടുത്തിയാട്ടക്കാരൻ്റെ മോൻ, എടുത്തിയാട്ടക്കാരൻ പത്രോസ്. അബ്രഹാം അവിടെയുള്ള സ്വന്തക്കാരോടും നാട്ടുകാരോടും ഒക്കെ ഒന്ന് ആലോചിക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ അബ്രഹാം ആലോചന ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനൊരു ശബ്ദം കേട്ടു, എന്നെ സ്പഷ്ടമായിട്ടാണ് വിളിച്ചത്. അബ്രാമേ അബ്രാമേ എന്ന് തന്നെയാണ് വിളിച്ചത്. ഒരു വിളിയിൽ നിന്നില്ല, 2 വട്ടം എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറയുകയാണ് ഈ പറഞ്ഞ രീതിയിൽ വാഗ്ദത്ത ദേശത്തെക്കുറിച്ചും അവിടെ ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് പുറപ്പെട്ടോളാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളും സ്നേഹിതരുമായ അവരൊക്കെ എന്ത് പറയും? പിരി വെട്ടിയെന്നാ തോന്നുന്നതെന്ന് പറയും. പിരി വെട്ടിപ്പോയെന്നേ, അങ്ങനെയാണ് അവർക്ക് തോന്നുള്ളൂ, അല്ലേ? ഇന്നലെ വരെ സുബോധത്തോടെ കണ്ടയാളാ അവിടെ
അവരുടെ ക്ഷേത്രത്തിൽ ബാഷ്പാഞ്ജലിക്കും പുഷ്പാഞ്ജലിക്കും ഒക്കെ കൂടെ വന്നയാളാണ്. അബ്രഹാം അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരിക്കും അവരുടെ ക്ഷേത്രത്തിലൊക്കെ. അത്യാവശ്യം അവിടെ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തും നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പോയതായിരിക്കും. ചിലപ്പോൾ ഏറ്റവും അടുത്ത സ്നേഹിതനുമായിട്ടായിരിക്കും കഴിഞ്ഞ ആഴ്ച മറ്റേ ജയൻ്റെ സിനിമ കാണാൻ പോയത്. ജയനുണ്ടോ എന്ന് ആർക്കറിയാം. അന്ന് ജയൻ്റെ സിനിമ കാണാൻ അബ്രഹാമും മറ്റേ ആ ഏറ്റവും അടുത്ത 10ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ടുമായിട്ടൊക്കെ ആയിരിക്കും പോയത്. പക്ഷെ സൃഷ്ടാവുമായിട്ട് അബ്രഹാം മുഖാമുഖം വന്നു. അവിടെ തൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു. പിന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വിസ്മയിച്ചുകൊണ്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാലെടുത്ത് വെക്കാനായിട്ട് വെപ്രാളപ്പെടുന്ന ഏതെങ്കിലും പുള്ളികൾ എപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്തോണം കേട്ടോ. ഇന്ന് എല്ലാ അനുകൂല പരിതസ്ഥിതി ഉണ്ടായിട്ടും സൃഷ്ടാവിൻ്റെ വിളി കേട്ടിട്ട് പ്രതികരിക്കാൻ കഴിയാതെ അമ്മായിമ്മേനെയും അമ്മേനെയും കൊച്ചമ്മേനെയും വല്യമ്മേനെയും അവരെ ഇവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുള്ളികൾ കേട്ടോണം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് സ്വർഗീയമായ വെളിപ്പാടുകൾ കൊടുത്തതെന്നും സ്വർഗം തന്നെ അകമഴിഞ്ഞ് അനുഗ്രഹിച്ചതെന്നൊക്കെയുള്ളത് മനസ്സിലാക്കിക്കോണം. നിഷ്കളങ്കമായൊരു യാത്രയാണത്. ആത്മാർത്ഥത ഭയങ്കരമാണ്. താന് സത്യസന്ധനായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിച്ച് ഏറ്റെടുത്തു. അത് അവിടെ കവടി നിരത്താനൊന്നും പോയില്ലെന്നേ. ആരോടും കവടി നിരത്താനും പോയില്ല. എന്താവും ഏതാവും എന്നൊന്നും അന്വേഷിച്ചുമില്ല. നോക്കണം, ഈ മനുഷ്യന് ഒത്ത ഒരു കൂട്ടുകാരിയാണ് സാറ എന്ന് പറയുന്ന അമ്മച്ചി അല്ലേ. ഒത്ത ഒരു കൂട്ടുകാരിയാ. ആ പുള്ളിക്കാരി എങ്ങാനും ഇടഞ്ഞായിരുന്നെങ്കിൽ, നമ്മുടെ വല്യമ്മച്ചിയെ ഒന്ന് ഇടഞ്ഞായിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? മീണ്ടി പോരുത്. ഇതിനാണോ 100 പറ പുഞ്ചപ്പാടും 2 കാളവണ്ടിയൊക്കെ ആയിട്ട് എന്നെ കെട്ടിച്ചു വിട്ടത്? ഇതിനാണോ? അന്നത്തെ കാലത്ത് കാളവണ്ടിയൊക്കെ അല്ലേ സ്ത്രീധനം കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെ എന്നെ കെട്ടിച്ചു വിട്ടത് ഇങ്ങനെ ബോധമില്ലാതെ സഞ്ചരിച്ച് പോകാനാണോ എന്ന് പുള്ളിക്കാർ ചോദിക്കില്ലേ? മനുഷ്യ ഒരു ചിന്തയൊക്കെ വേണ്ടേ നിങ്ങൾക്കെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചുകളെ ഈ പുള്ളിക്കാരികൾ. ഈ പറയുന്ന വാത്സല്യ മാതാവ് സാറ അബ്രഹാമിനെ ഒരു തരത്തിലും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചില്ല. ഇതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. നമ്മൾ ആ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോയാൽ മതി. പക്ഷേ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ആത്മാവിൽ വെളിപ്പെട്ട് വരുമ്പോൾ വെളിപ്പെട്ട് വരുന്നതിനൊരു സൗന്ദര്യമുണ്ട്, അതിനൊരു മനോഹാരിതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. സഹോദരിമാരും സഹോദരന്മാരുമാണല്ലോ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 തരം ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ ആ 2 തരം ആൾക്കാരുമായി ബന്ധപ്പെട്ടതാണ് ഒരു സൈഡിൽ അബ്രഹാമും ഒരു സൈഡിൽ സാറയും നിന്നത്. ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായി വന്നപ്പോൾ 2 പേരും ഒരുമിച്ച് നിന്നെന്നാ പറഞ്ഞു വന്നത്. കേട്ടോണം, നന്നായിട്ട് കേട്ടോണം. അല്ലാതെ സാറ എവിടെ ഇടം തിരിവുണ്ടാക്കിയല്ലായിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ കൂടെ സഞ്ചരിച്ച് വന്നവനാ ലോത്ത്. ഞാൻ പറഞ്ഞതുപോലെ പുള്ളി കോർപ്പറേഷൻ്റെ ചെയർമാനായി. നമ്മുടെ റാന്നിയിലുള്ള ചർച്ചക്കോടിൻ്റെ സീനിയർ പാസ്റ്റർ ഉണ്ടല്ലോ, ആ മൊത്തം നരച്ച പുള്ളി അന്ന് ലോത്തിന് വേണ്ടി പിണറായി വിജയനോട് റെക്കമെൻഡ് ചെയ്ത്. പിണറായി വിജയനോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാൻ ആക്കണമെന്ന് പറഞ്ഞു. കൊടി വെച്ച കാറും കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കുറഞ്ഞ ആൾക്കാരൊന്നും അല്ലെന്ന് പറഞ്ഞു. പിണറായി വിജയൻ കേട്ട് പേടിച്ചുപോയി. പിന്നെ പുള്ളിക്കാരനൊക്കെ പറഞ്ഞാൽ പിണറായി വിജയൻ പുള്ളി വിറച്ചിട്ടന്ന് പനി പിടിച്ച് കാണും. പിണറായി വിജയൻ ചിലപ്പോൾ പറഞ്ഞു കാണും, അങ്ങ് എന്നോട് ഇങ്ങനെയൊക്കെ പറയണമായിരുന്നു, അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ അങ്ങ് ചുമ്മാ ഒരു കത്തയച്ചാൽ മതിയായിരുന്നല്ലോ, ഇത്രത്തോളം ആളെ ഒന്നും വിട്ട് അറിയിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞേനെ. എന്തായാലും ലോത്ത് ഇങ്ങനെ കൊടിവെച്ച കാറിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു. പട്ടണവാതുക്കലിരുന്ന് അവിടുത്തെ പട്ടണ പ്രമാണിമാരും ഒക്കെ ആയിട്ടിരുന്ന് കപ്പലണ്ടിയൊക്കെ കുറിച്ചുകൊണ്ട് സൊറ പറഞ്ഞിരിക്കുന്ന രംഗമൊക്കെ സാറയൊന്ന് കാണുകയാണെങ്കിൽ താടയ്ക്ക് കൈ കൊടുത്തു പോവില്ലേ? എൻ്റെ ദൈവമേ, എൻ്റെ മാപ്പിള ഈ കൂട്ടത്തിൽ ഒരുമിച്ച് ഇറങ്ങി വന്നതല്ലേ. അവൻ പച്ചപ്പുള്ളതൊക്കെ തിരഞ്ഞെടുത്ത ബുദ്ധിമാനാണ്. ഈ ചങ്ങാതി എല്ലാം ഉണങ്ങിയതും വരണ്ടതും ഒക്കെ തിരഞ്ഞെടുത്ത് ഇപ്പോഴത്തെ കൂടാരത്തിൽ ഇങ്ങനെ കിടന്നൊരു വല്ലാത്ത പരുവത്തിൽ പോയിക്കൊണ്ടിരിക്കുക. എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മഞ്ഞിലേ, അന്ന് മാറും എൻ്റെ ദുഃഖം എന്ന പാട്ടൊക്കെ പാടി പോകേണ്ടയാളാണ്. പക്ഷേ അവരങ്ങനെയൊന്നും അല്ലെന്നേ മുന്നോട്ട് പോയത്. വിശ്വസ്തയോടെ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് എബ്രായർ 11:9 വരികയാണ്. 9 കഴിഞ്ഞ് 10 അങ്ങ് വരികയാണ്. 9ഉം 10ഉം ചേർന്ന് കിടക്കുക എന്ന് പറഞ്ഞല്ലോ. 10 വരുമ്പോൾ കാലങ്ങൾ ഒത്തിരി പോയി. ഇറങ്ങിത്തിരിച്ച് ആ സമയത്ത് തന്നെ മുഴുവൻ വെളിപ്പാടൊന്നും ലഭിച്ചില്ലെന്നായി പറഞ്ഞു വരുന്നത്. ഇറങ്ങിത്തിരിച്ച സമയത്തെ വിശ്വസ്തത ഭയങ്കരമാണെന്നാണ് നിങ്ങളെ എനിക്ക് ധരിപ്പിക്കേണ്ടത്.
വിശ്വസ്തനായിരുന്നു ഈ മനുഷ്യൻ. അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കാം. അബദ്ധം തിരിച്ചറിഞ്ഞാൽ തത്സമയം അതിൽ നിന്ന് ക്രമീകരണം ഉണ്ടാക്കും അല്ലേ? തൻ്റെ ഭാര്യയുമായി മിസ്രൈമിലേക്ക് പോയൊരു പോക്കുണ്ട്, അതൊരു അബദ്ധമല്ലേ? മരമണ്ടത്തരവാ പറ്റിയത്. പക്ഷെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ന്യായീകരിക്കാൻ നിൽക്കുകയല്ലോ. ഉയ്യോ, തെറ്റിപ്പോയെന്ന് തന്നെയാണ് താൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു തനിക്ക്. കാലങ്ങൾ കഴിഞ്ഞ് തൻ്റെ വിശ്വസ്തത നിമിത്തം തനിക്ക് വെളിപ്പാടുകൾ ലഭിക്കുകയാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് വരാം. നമ്മൾ ക്രിസ്തുവുമായി മുഖാമുഖം വന്നൊരു ദിവസമുണ്ടല്ലോ, ഒരു വിളി കേട്ടില്ലേ? അബ്രാമേ അബ്രാമേ എന്നുള്ളൊരു വിളി പോലെ കേട്ടില്ലേ നമ്മളും? അങ്ങനെ ആ വിളി കേട്ട് നമ്മൾ ഇറങ്ങിയവരല്ലേ? ഇറങ്ങി അന്നേരം തന്നെ എല്ലാ വെളിപ്പാട് ലഭിച്ചിട്ടാണോ വന്നത്? ഒരു നേരിയ കേൾവി മാത്രമേ നമ്മൾ കേട്ടുള്ളൂ, ഒരല്പമായി. അങ്ങനെ കണ്ടും കേട്ടുമൊക്കെ മുൻപോട്ട് വന്ന് നുകത്തിൻ കീഴിലുള്ള സഞ്ചാരം, നുകത്തിൻ കീഴിലല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, സമർപ്പണാനുഭവത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള ചുരുളുകൾ പതിയെ പതിയെ തുറന്നു വന്നപ്പോൾ അതിനനുസരിച്ച് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴല്ലേ ഇങ്ങനെ വെളിപ്പാടുകൾ തുറക്കുന്നത്. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം കണ്ടിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന എബി. ഞങ്ങൾ ഒരുമിച്ചൊരു പായിലിരുന്നയാളാണ്. എൻ്റെ സീനിയറാ പറഞ്ഞു വന്ന എബി. അപ്പം ഞാൻ ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിൽ എത്ര അല്ലെങ്കിൽ എത്ര സ്വോത്രവും പറയുമെന്നുള്ളത് എബി കേട്ടിട്ടുണ്ട്. വേദപുസ്തകം തുറന്ന് 2 വാക്ക് പറയാൻ അറിയാമായിരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതെല്ലാം അറിയാവുന്നയാളാണ്. കാരണം പിറന്നു വീണ ഒരു കുഞ്ഞായിട്ട് ഞാൻ അവിടുത്തെ ആ ലോക്കൽ ചർച്ചിൻ്റെ പായിലേക്ക് വന്ന് വീണതാണ്. ആ പായിലേക്ക് വന്ന് വീണില്ലേ ഒരു ശിശു എന്ന നിലയിൽ. അതേസമയം ഇന്ന് വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. ഇതൊരു മെസ്സേജായിട്ട് ഇന്ന് പ്രഭാതം മുതൽ എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളച്ചു മറിയുകയാണിത്. ഞാൻ ഈ സമയമൊന്നാകാൻ നോക്കിയിരിക്കുകയായിരുന്നു. എബി എന്നോട് താമസിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒട്ടും താമസിക്കില്ല, ഞാൻ ഉടനടി വന്നേക്കാന്നാണ് പറഞ്ഞത്. കാരണം ഇതൊന്ന് റിലീസ് ചെയ്യണം, ഇതൊന്ന് റിലീസ് ചെയ്യണം. പ്രസവ വേദനപ്പെടുകയായിരുന്നു, ഒന്ന് റിലീസ് ചെയ്യണം. സത്യത്തിൽ നമ്മളിന്ന് സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്കാണ് വരേണ്ടത്. മുഴുവൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് പൂർത്തീകരിക്കാനുണ്ട്, മിച്ചം ഇന്നും പറയാനുണ്ട്, തൊട്ടിട്ടില്ല. ഇത് പ്രാരംഭത്തിലൊന്ന് സൂചിപ്പിച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാമെന്നാണ് ധരിച്ചത്. പക്ഷെ സബ്ജക്റ്റിലേക്കൊന്നും കിടക്കാനായിട്ട് കഴിയില്ല. ഇന്ന് ഇത് ജ്വലിച്ചു നിൽക്കുകയാണ്, വെളിപ്പാടുകൾ ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു വെളിപ്പാടിലേക്ക് വന്നപ്പോൾ അടിമുടി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്നത്തെ പെന്തിക്കോസിന് മാറ്റമില്ലാത്തത്? പിന്നീട് തൻ്റെ ശ്രദ്ധ ഈ ഭൂമിയിലല്ലായിരുന്നു, കനാന്റെ ഊഷ്മളതയിലല്ലായിരുന്നു തൻ്റെ ശ്രദ്ധ, പാലും തേനും ഒഴുകുന്ന കനാനിലല്ലായിരുന്നു തൻ്റെ ശ്രദ്ധയും. താൻ അതിലല്ലായിരുന്നു രസിച്ചിരുന്നത്. താൻ അതെല്ലാം മറന്നു കഴിഞ്ഞു. ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായൊരു നഗരം തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മായുന്നില്ലെന്നേ. വെളിപ്പാട് ജ്വലിച്ചു നിൽക്കുകയാണ്. ആ വെളിപ്പാട് തന്നെ ചലിപ്പിച്ചു തുടങ്ങി. പിന്നീട് ആ വെളിപ്പാട് തന്നെ ചലിപ്പിച്ചു തുടങ്ങി. എബ്രായർ 11:7 വാക്യം നോഹയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായൊരു പെട്ടകം തീർത്തെന്ന്. ഭയഭക്തി പൂണ്ട്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹി വാസ് മൂഡ് വിത്ത് ഫിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയം നിമിത്തം അവൻ ചലിച്ചു തുടങ്ങിയെന്ന്. ഭയനിമിത്തം അവൻ ചലിച്ചു തുടങ്ങിയെന്ന്. മലയാളത്തിൽ വായിക്കുന്നതിനേക്കാളും അതിന് തൂക്കക്കൂടുതലാണ്. ഭയഭക്തി നിമിത്തം ഒരു പെട്ടകം പണിതു എന്ന് പറയുന്നതിനേക്കാളും അപ്പുറമാണ് നോഹയ്ക്ക് ഒരു അരുളപ്പാട് ലഭിച്ചു, ഒരു വെളിപ്പാട് ലഭിച്ചു. മേലാൽ സംഭവിപ്പാനുള്ള കാര്യത്തെക്കുറിച്ച്, ഭയാനകമായ ന്യായവിധിയെക്കുറിച്ച്.
ആ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം വന്നപ്പോൾ നോഹ ഭയം നിമിത്തം ചലിച്ചെന്നാണ് വായിക്കുന്നത്. താൻ ആ പെട്ടകത്തിൻ്റെ നിർമ്മിതിയിൽ ഭയഭക്തി കൊണ്ടാണത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാമും ഒരു ഭയാനകമായ ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുള്ളവരല്ലേ? ആ ന്യായവിധിയിൽ നിന്ന് നമ്മൾ തെറ്റി ഒഴിഞ്ഞവരാണ്. പക്ഷേ ആ ന്യായവിധി സംഭവിക്കുമെന്നുള്ളത് വാസ്തവമാണ്. വെള്ളസിംഹാസനത്തിന് മുമ്പാകെയുള്ള ന്യായവിധി മാനവലോകത്തെ അവിടെ കൊണ്ടുവരും. പക്ഷെ നമുക്കതിൽ നിന്ന് ഒഴിവ് ലഭിച്ചു, അത് സത്യമാണ്. എന്നാലും ആ ന്യായവിധി സംഭവിക്കും. സമസൃഷ്ടങ്ങൾ ആ ന്യായവിധിയിലേക്ക് പോകും. കൂടെ പഠിച്ചവരും ബന്ധുക്കളും, ഒരു വേള നമ്മുടെ ഭാര്യയാകാം, അല്ലെ ഭർത്താവാകാം, അല്ലെങ്കിൽ സഹോദരങ്ങളാകാം, മക്കളാകാം, അങ്ങനെ പലരും ആ ന്യായവിധിയിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ നോഹ ഭയം നിമിത്തം ചലിച്ചെങ്കിൽ നമുക്കങ്ങനെ വല്ല ഭയപ്പാടുകൊണ്ടോ? നോഹ തൻ്റെ കുടുംബത്തിനു വേണ്ടി ഒരു പെട്ടകം തീർത്തെന്നാണ് വായിക്കുന്നത്. തൻ്റെ കുടുംബം മാത്രമാണ് അതിനകത്ത് കയറി രക്ഷപ്പെട്ടുള്ളൂ എങ്കിലും എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യപ്പാർപ്പുള്ള ഇടങ്ങളിലെല്ലാം തൻ്റെ ദാസനായ നോഹയെ അയച്ച് സ്വർഗം പ്രസംഗിപ്പിച്ചത്. നീതിപ്രസംഗിയായ നോഹ, നീതിപ്രസംഗിയായ നോഹ. ഈ തലമുറയിൽ ആ ഭയാനകമായ ന്യായവിധിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നാമും ഭയനിമിത്തം ചലിക്കില്ലേ? അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാലത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുക. ഈ കാലഘട്ടത്തിലെ വിശ്വാസികളെ കുറിച്ച് ഓർത്തല്ല ഞാൻ ഈ ദുഃഖിക്കുന്നത്, ശുശ്രൂഷകരെ ഓർത്ത. നിങ്ങളെല്ലാവരേക്കാളും ഉദ്ദേശിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ആ ദൈവഭയത്തിൽ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ചുമൽ കൊടുക്കുന്നവർ. ഒത്തിരി ആളുകളൊന്നുമില്ല. ഒത്തിരി പേര് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. ഇവിടെ 3 കൊല്ലം, അവിടെ 3 കൊല്ലം, അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 കൊല്ലം കുവൈറ്റിൽ, അത് കഴിഞ്ഞോ പിന്നെ നാട്ടിലേക്കൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞ് പിന്നെ UK-യിലേക്കോ US-ലേക്കോ പിന്നെ ഒരു 3 കൊല്ലം. അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നവരാണ് ഏറിയ പങ്ക് ശുശ്രൂഷകന്മാരും. നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ ഇരിക്കും അവരുടെ മുമ്പിൽ പറഞ്ഞ. നോക്കണം, നമ്മൾ പറഞ്ഞു വന്നത് ഈ കാര്യത്തെക്കുറിച്ചൊരു ബോധ്യം ലഭിച്ച നോഹ ഭയനിമിത്തം ചലിച്ചു തുടങ്ങിയെന്ന്, താനൊരു പെട്ടകം തീർക്കാൻ ആരംഭിച്ചെന്ന്. വീണ്ടും നമ്മൾ അബ്രഹാമിലേക്ക് വരിക. അബ്രഹാമിലേക്ക് വരുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? അബ്രഹാം ദൈവശബ്ദം കേട്ട് ഇറങ്ങി കനാനിലെത്തി, സന്തോഷമായി ജീവിച്ചു. ദൈവം തനിക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. ആടുമാട് നാൽക്കാലി സമ്പത്തുകൾ കൊണ്ട് ഇട്ടുമൂടാനുള്ളത് കൊടുത്തു. എൻ്റെ അമ്മോ, എണ്ണി തീർക്കാൻ പറ്റാത്ത രീതിയിൽ ആടുമാട് നാൽക്കാലികളെ കൊടുത്തു. പോരാത്തതിന് 318 അഭ്യാസികളെ കൂടെ കൊടുത്തു. ബോഡി ഗാർഡ്സ് എന്നോ എങ്ങനെ മേടിക്കുക അതിനെ? അതായത് അബ്രഹാമിന് 318 അഭ്യാസികളെയും കൊടുത്തെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ശ്രീമാൻ മാർപ്പാപ്പയ്ക്ക് ബോഡി ഗാർഡ്സായിട്ട് സ്വിസ് ഗാർഡുകളുണ്ട്. സ്വിസ് ഗാർഡുകൾ, തൊലയിൽ ഉല്ല് തൊപ്പിയൊക്കെ വെച്ച സ്വിസ് ഗാർഡുകൾ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭിച്ചു. അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ താന് വലുവനായ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാട് കേട്ടതിന് ശേഷം തൻ്റെ കാര്യപരിപാടികൾ മുഴുവനും മാറി മറിഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തൻ്റെ കാര്യപരിപാടികൾ മുഴുവനും മാറി മറിഞ്ഞു അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നോഹയ്ക്ക് അരുളപ്പാട് ലഭിച്ചു, നോഹയ്ക്ക് വെളിപ്പാട് ലഭിച്ചു. അത് നോഹയെ ചലിപ്പിച്ച രീതിയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് അബ്രഹാമിന് വെളിപ്പാട് ലഭിച്ചതിന് ശേഷമുള്ള അബ്രഹാമിൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് കാണേണ്ടതാണ്. തൻ്റെ ഇടപാടുകൾ, തൻ്റെ ചലനം, അതൊക്കെ അടുത്തു നിന്ന് നമ്മൾ കാണണം. കണ്ടു കഴിയുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഇന്നലെ വരെ ജീവിച്ചതുപോലെയും ചിന്തിച്ചതുപോലെയാണോ ഇപ്പോൾ ജീവിക്കുന്നത്? അതിമഹത്തായ ഒരു വെളിപ്പാടാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലേക്ക് എന്ന് എത്തിച്ചേരുമെന്നാണ് അബ്രഹാമിൻ്റെ ചിന്ത. ഇപ്പോൾ ആ ഒറ്റ ചിന്ത മാത്രമേ അബ്രഹാമിനെ ഇപ്പോൾ ഭരിക്കുന്നത്. അതിന് തക്കതായൊരു പാട്ട്, ഏതാ പാട്ട് ജെയിംസേ? എന്ന് ഞാൻ അതിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്ന
അർത്ഥമുള്ള ഒന്ന് രണ്ട് പാട്ടുകളുണ്ടല്ലോ, ഒന്ന് രണ്ട് വരികൾ. അബ്രഹാമിൻ്റെ ചിന്ത അബ്രഹാം പാട്ടുകളിലൂടെ പാടി ഇങ്ങനെ പോയി കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അബ്രഹാം പാടിയ പാട്ടിൻ്റെ 4 വരി നമുക്ക് ചേർന്ന് പാടാം. നിങ്ങളൊക്കെ ഇരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളോടുകൂടെ ആ പാട്ടിൻ്റെ 4 വരി ഒന്ന് ചേർന്ന് പാടിക്കേ. കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ, കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ, പുകൾ പെരുകും പുത്തനേറുശലേമേ, തിരുമാർവിൽ എന്നു ഞാൻ ചാരിയിടുമോ, പുകൾ പെരുകും പുത്തനേറുശലേമേ, തിരുമാർവിൽ എന്നു ഞാൻ ചാരിയിടുമോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അബ്രഹാമിൻ്റെ നിരന്തരമായ പാട്ട്. വെളിപ്പാടുകൾ ലഭിച്ച് അബ്രഹാം ഇങ്ങനെ പാടി പോയി കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തൻ്റെ ശ്രദ്ധ ഉയരത്തിലേക്ക് മാറി. കാണിപ്പാനിരിക്കുന്ന ദേശത്ത് വന്ന് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് വന്നതാ അല്ലേ? കാണിപ്പാനിരിക്കുന്ന ദേശത്തെത്തിയപ്പോൾ ചിന്തിച്ച് കാണും ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. പക്ഷെ പിന്നെയാണ് അബ്രഹാമിന് മനസ്സിലായത്, ഞാൻ അല്പമേ അറിഞ്ഞിട്ടുള്ളൂ, നിന്റെ പദ്ധതികളും നിന്റെ കാര്യപരിപാടികളുടെ ചുരുൾ നീ എനിക്ക് തുറന്നു തന്നല്ലോ. ഉള്ള നന്ദി കൊണ്ട് നിറയെയായിരിക്കും. എൻ്റെ ദേശത്ത് എൻ്റെ ചാർച്ചക്കാരും എൻ്റെ സ്വന്തക്കാരും എൻ്റെ നാട്ടുകാരും പരിചയക്കാരുമായ അനവധി ആളുകളുണ്ട്. അവർക്കാർക്ക് ലഭിക്കാത്ത ബോധ്യങ്ങളും വെളിപ്പാടുകളുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നോടാണ് സ്വർഗം പറഞ്ഞിരിക്കുന്നത്, നീ സകല ജാതികളുടെയും പിതാവാകുമെന്നുള്ളത്. അത് വല്ലവരോടുമല്ല പറഞ്ഞത്. എന്തു വലിയ വാഗ്ദത്തങ്ങളും എന്തു വലിയ വെളിപ്പാടുകളുമാണ് അബ്രഹാമിന് ലഭിച്ചത്. തൻ്റെ ഹൃദയത്തെയാണ് നമ്മൾ അടുത്ത് നിന്ന് കാണുന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കണം കേട്ടോ, ഒന്ന് ടോർച്ചടിച്ച് നോക്കണം. ഇതുപോലെ നന്ദിയുള്ള ഹൃദയത്തിന് ഉടമകളാണോ നാമെന്നും, നമ്മുടെ ഉള്ളിൽ ആ നന്ദി നുരഞ്ഞു പൊന്നുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. അബ്രഹാം നേരിയ വെളിപ്പാട് കണ്ട് ഇറങ്ങി തിരിച്ചു. പക്ഷെ അതുപോലെയല്ല തൻ്റെ കൊച്ചുമക്കളായ പത്രോസും യോഹന്നാനും കണ്ട വെളിപ്പാടുകൾ. അബ്രഹാം കണ്ട വെളിപ്പാടിൻ്റെ പൂർത്തീകരണമാണ് അവർ കണ്ടത്. മുത്തിനാൽ നിർമ്മിതമായ നഗരം, ആ നഗരത്തിൻ്റെ മനോഹാരിത മുഴുവനും ഒട്ടും ചോർന്നു പോകാതെ തന്നെ യോഹന്നാൻ ആത്മാവിൽ കുറിച്ചു വെച്ചു. വരും കാലത്തേക്ക് അബ്രഹാമിൻ്റെ ആത്മീയ സന്തതികൾക്ക് വേണ്ടിയിട്ടാണ് കൊച്ചുമകനായ യോഹന്നാൻ അത് കുറിച്ചു വെച്ചത്. അബ്രഹാമിൻ്റെ ആത്മീയ സന്തതികളായ നാം ഇന്നത് ധ്യാനിക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിങ്കൽ നമ്മുടെ ആത്മ കണ്ണുകൊണ്ട് നാം അത് കാണണം, കണ്ടാനന്ദിക്കണം. ആ ആനന്ദത്തോട് വേണം ഇത് പാടാനായിട്ട്. ചുമ്മാ പാടാൻ പറ്റിയ പാട്ടല്ലെന്ന് ഇതൊന്നും. അതാണ് ഈ ഊശാതാടിക്കാരൊന്നും അത് പാടാത്തത്. തട്ടുപൊളിപ്പന്മാരൊന്നുമേ ഇതൊന്നും പാടാൻ വരാത്തതിൻ്റെ കാരണം അതാണ്. ഇത് വലിയ സമർപ്പണത്തിൽ നിന്ന് പാടേണ്ടതാണ് അല്ലേ? ഇത് വെളിപ്പാടുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പാടാൻ കഴിയൂ, പാടി ആനന്ദിക്കാൻ കഴിയൂ. വേണമെങ്കിൽ ആർക്കും പാടാൻ കേട്ടോ, പാടാൻ മേലഴിയൊന്നുമില്ല. പക്ഷെ പാടി ആനന്ദിക്കണമെങ്കിൽ വെളിപ്പാടിൽ നിൽക്കണം. ആ വെളിപ്പാടിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം സ്വർഗം അനുവദിക്കുന്നത്. അപ്പം അതിലെല്ലാം പുകഴേണ്ടവരാണ് നാം അല്ലേ? അബ്രഹാമിൻ്റെ ഒരു കൊച്ചുമകനായ പൗലോസ് എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ഞങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരെന്നാണ് പറയുന്നത്. ആ കഷ്ടത ഞങ്ങളെ സിദ്ധതയിലേക്കും, സിദ്ധത ഞങ്ങളെ സഹിഷ്ണുതയിലേക്കും, ആ സഹിഷ്ണുത ഞങ്ങളെ പ്രത്യാശയിലേക്കും നയിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കഷ്ടത ഞങ്ങളെ ഒടുക്കം പ്രത്യാശയിലെത്തിക്കുന്നു.
അല്ലേ? ജീവിതത്തിൽ ചിലതെല്ലാം അനുവദിക്കുന്ന എന്തിനാ? നമ്മൾ ആ പേഷ്യൻസിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്. ആ പേഷ്യൻസിലേക്ക് വരുവാൻ വേണ്ടിയാണ്. ആ പേഷ്യൻസ് നമുക്ക് എന്താ നൽകുന്നത്? പ്രത്യാശയാണ്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്, അത് ജ്വലിക്കുകയാണ്. ഇതാണ് അസൽ പെന്തക്കോസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതാണ് മായമില്ലാത്ത പെന്തക്കോസ്റ്റിൻ്റെ ഉപദേശം. ഇന്ന് നമ്മുടെ ചുറ്റും കേൾക്കുന്ന ഉപദേശങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ ചിന്തകളാണ്, ഈ ലോകത്തിൻ്റെ ആലോചനകളാണ് നമ്മുടെ ചുറ്റോട് ചുറ്റും കേൾക്കുന്നതൊക്കെ. വ്യാജങ്ങളും വഞ്ചനകളും കൊണ്ട് ആത്മീയ ലോകം നിറഞ്ഞിരിക്കുകയാണ്. സ്ത്രീ പുരുഷന്മാർ അതിനകത്ത് വീണുപോയിരിക്കുകയാണ്, വഞ്ചനകളിൽ വീണിരിക്കുകയാണ്, സാത്താൻ്റെ തന്ത്രങ്ങളിൽ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ജനത്തിൻ്റെ വിടുതൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ മധ്യസ്ഥയെ അണയ്ക്കേണ്ടവരാണ്. സഭയായി, വ്യക്തിപരമായി ഇന്നിൻ്റെ ശുശ്രൂഷകരെയും ഈ കാലഘട്ടത്തിലെ ദൈവജനത്തെ ഓർത്ത് നമ്മൾ മധ്യസ്ഥയെ അണയ്ക്കേണ്ടവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്, പോരാടി പ്രാർത്ഥിക്കേണ്ടവരാണ്. വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നെന്നാണ് കാണുന്നത്. ഈ മര്യാദകേടുകളുടെ എല്ലാം കാരണം എന്താ? വെളിപ്പാടില്ലായ്മയാണ്. വെളിപ്പാടില്ലായ്മയാണ്. അയ്യോ, തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിനം നമ്മോട് സംസാരിക്കുകയാണ്. വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. അബ്രഹാമിൻ്റെ വെളിപ്പാട് യാക്കോബിന് ലഭിച്ചു, പക്ഷെ അത് ഏശാവിന് ലഭിച്ചില്ല. അവൻ മര്യാദ വിട്ട് നടന്നു. അവൻ മര്യാദ കെട്ട് നടന്നു. യാക്കോബ് വാഗ്ദത്തങ്ങളിലൂടെ തന്നെ നടന്ന് മുന്നോട്ട് പോയി. ഏശാവ് മര്യാദ കെട്ട് നടന്നു. അവൻ ഇസ്മായിലിൻ്റെ മകളെയാണ് വിവാഹം കഴിക്കാൻ പോയത്. വെളിപ്പാടില്ലാത്ത ഏശാവ് ഇസ്മായിലിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോയി. എങ്ങനെ ഇരിക്കും? ചിന്തിക്കുക. വെളിപ്പാടിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ, ദൈവിക പദ്ധതികളിൽ നിന്നും കാര്യപരിപാടികളിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ, പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ ഇസ്മായിലിൻ്റെ സന്തതികളുമായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ ചങ്ങാതികളാകാനായിരിക്കും പിന്നെ പോകുന്നത്. ഈ ലോകത്തിൻ്റെ ചങ്ങാത്തം എന്ന് പറയുന്ന ദുരന്തത്തിൽ പര്യവസാനിക്കും. ഉദാഹരണത്തിന് എവിടെ പോകണം? ഏശാവ് തന്നെയല്ലേ ഉദാഹരണം. അവനവൻ്റെ ജ്യേഷ്ഠാവകാശം നിസാര ഒരു പായസത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയവനല്ലേ? നിസാരമായൊരു ജഡാഭിലാഷത്തിന് വേണ്ടിയാണ് തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുപോലെ പുത്രത്വത്തിലേക്ക് വന്ന നാമാണ് ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ച് ആ പുത്രസ്വീകാര്യത നഷ്ടപ്പെടുത്തി ലോകത്തിൻ്റെ ചെങ്ങാതികളാകാനായിട്ട് സഞ്ചരിക്കുന്നത്. എന്തൊരു ദുരന്തമായിരിക്കും! എന്തൊരു ദുരന്തമാണ്! ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. സമയം ഒത്തിരി മുന്നോട്ട് പോയി. നാം കൂടി വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് മന്ത്രിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മുടെ കാതുകളിൽ വന്നത്. വചനം നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാർ ആത്മാവിൽ വചനം ഘോഷിക്കുമ്പോൾ അത് നമ്മെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം എന്ന നിലയിൽ നമ്മൾ അത് ഏറ്റെടുക്കുമെങ്കിൽ അബ്രഹാമിനെ പോലെ നമ്മൾ വെളിപ്പാടുകളുടെ പൂർണ്ണതയിലേക്ക് വരും. ദൈവത്തിൻ്റെ ശബ്ദം എന്ന നിലയിൽ നമ്മൾ അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടിനും നാം ഒരു അനുഗ്രഹ വിഷയമായി മാറേണ്ടതുണ്ട്. അബ്രഹാം ഒരു അനുഗ്രഹമായിരുന്നു സഹോദരങ്ങളെ. മറ്റുള്ളവർക്കെല്ലാം ഒരു അനുഗ്രഹമായിരുന്നു, ഒരാശ്വാസമായിരുന്നു. അതുപോലെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്കും സമൂഹത്തിനും ചുറ്റുപാടുകൾക്കെല്ലാം ഒരു അനുഗ്രഹവും ആശ്വാസവുമായി മാറേണ്ടവരാണ്. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ആത്മീയത്തിൽ സമ്പന്നന്മാരാകണം. ആത്മീയത്തിൽ സമ്പന്നന്മാരാകണം, ഘനശാലികളായി മാറേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പാകെ അങ്ങനെ പ്രതികരിക്കുവാനും അങ്ങനെ മുൻപോട്ട് പ്രയാണം ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുരുങ്ങിക്കിടക്കും. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയൊക്കെയായിട്ട് നമ്മുടെ ഉള്ളിൽ മുള്ളുകൾ വരുമ്പോൾ അത് നമ്മെ കുരുക്കിക്കളയും. അങ്ങനെ കുരുക്കുകളിലൊന്നും അകപ്പെടുവാൻ ആരുടെയും ജീവിതത്തിൽ ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം വെളിപ്പാടുകളാൽ
സമ്പന്നമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വാക്കുകളെ ചുരുക്കുകയാണ്. താങ്ക് യു.